Hi, good morning. എൻ്റെ വോയിസ് ഒക്കെ ഓഡിയബിൾ അല്ലേ? Yes, ma'am. Good morning. Good morning. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു തെറാപ്യൂട്ടിക്കൽ ന്യൂട്രീഷണൽ കൺസൾട്ടൻറ്റും കൂടിയാണ്. ഇപ്പോൾ കുറച്ച് സമയത്ത് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എനർജി റീ അലൈൻമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ് ഈ റീ അലൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ബോഡിയിലുള്ള എനർജി മെയിൻ്റനൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയണമെങ്കിൽ നമ്മുടെ ഒരു ലൈഫിലേക്ക്, അല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരുടെ ലൈഫിലേക്ക് ഒന്ന് നമ്മൾ എത്തി നോക്കുമ്പോൾ, ഒന്ന് അതിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ പ്രത്യക്ഷമായിട്ടോ അല്ല പരോക്ഷമായിട്ടോ ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഹെൽത്തിൽ പറയുകയാണെങ്കിലും അതുപോലെ റിലേഷൻഷിപ്പ്, ഫൈനാൻഷ്യലി, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ലെങ്കിൽ പോലും എന്തോ ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ഒരേപോലത്തെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളടുത്ത് പറഞ്ഞ് നമുക്ക് അറിവുണ്ടാവാം. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും കാരണമില്ലാത്ത ചില പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു ഫീൽഡിന്റെ പ്രസക്തിയും അതുപോലെ തന്നെ സൊല്യൂഷൻ ആയിട്ട് മെഡിറ്റേഷൻ, അതുപോലെ നമ്മുടെ മൈൻഡ് മാപ്പിംഗ് പോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് എനർജി റീ അലൈൻമെന്റ് എന്ന് അറിയുന്നതിന് മുന്നേ എനർജിയെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സാധാരണ നോർമൽ കൺസെപ്റ്റിൽ നമ്മൾ പറയുമല്ലോ, എനർജി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പവർ. അതിനെ നമുക്ക് സിംപ്ലി അങ്ങനെ പറയാം, ദ പവർ ദാറ്റ് ഡ്രൈവ് അസ് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇന്റേണൽ പവറിനെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഇൻ മെഡിറ്റേഷനിൽ സ്പിരിച്വലി നമ്മൾ പറയും ചൈതന്യ ഓർ ആത്മ, ഡിവൈൻ പ്രസൻസ് എന്നൊക്കെ നമുക്ക് പറയാം. എനിവേ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമ്മളാക്കി നമ്മുടെ കാര്യങ്ങളെ എല്ലാം തന്നെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പവർ. ഓക്കെ, അപ്പൊ വിത്തൗട്ട് ആ ഒരു എനർജി നമ്മൾ എന്തായിരിക്കും കൺസിഡർ ചെയ്യുക? നമ്മൾ പറയാണ് എനിക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. സോ സിംപ്ലി അൺഡൗട്ട്ലി നമുക്ക് പറയാം നമ്മളെ എന്ന് പറയുന്നത് വിത്ത് ദാറ്റ് എനർജി ആണ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആ ഒരു എനർജി നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒന്ന് പറയാവോ? വിത്തൗട്ട് ദാറ്റ് എനർജി നമ്മുടെ ബോഡിയെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? മരണം. ഓ, മരണം. യെസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും അല്ലെ, ഏജ് ഇല്ല, അല്ലെങ്കിൽ റിലീജിയൻ ഇല്ല, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല, ഒന്നും ഇല്ലാതെ ആ ഒരു ബോഡീനെ നമ്മൾ പറയുന്ന പേരാണ് ഡെഡ് ബോഡി എന്ന് പറയൂ അല്ലെ. അപ്പോ നമ്മൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളാക്കി മാറ്റുന്നത് എന്തോ അതാണ് എനർജി. സോ വി ക്യാൻ സേ ഐ ആം ആൻ എനർജി. അത് കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടി സംശയമില്ലാതെ പറയാം, ഐ എം എൻ എനർജി മാഗ്നറ്റ്. ഐ എം എൻ എനർജി ആൻഡ് ഐ ആം എ എനർജി മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഇതേപോലെ ഹ്യൂമൻസിന് അവരുടെ എനർജി ഫീൽഡിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് അവരുടെ എനർജി സറൗണ്ടിങ്സിൽ നിന്ന് അട്രാക്ട് ചെയ്തെടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ആ പേഴ്സൺ ആയിരിക്കും. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജീനെ അട്രാക്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സോ ഈച്ച് ഡേ നമ്മളെ റീ അലൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരു ബെറ്റർ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് പ്യുവർലി അവർ ചോയ്സ്. ഏത് തരത്തിലായിരിക്കണം നമ്മുടെ ലൈഫ് മൂവ് ഓൺ ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ ഡിസിഷനാണ്. അപ്പൊ ചിലപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിലോ
കരിയറിലോ റിലേഷൻഷിപ്പിലോ അൺനെസസറി ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സംതിങ് ഈസ് മിസ്റ്റേക്ക്, അല്ലെ എന്തോ എവിടെയോ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ എനർജി റീ അലൈൻമെന്റിനെ പറ്റി ചിന്തിക്കുന്നത്. ഇത് ചെയ്യുന്നത് നമ്മൾ ചക്രാസിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള 7 മെറിഡിയൻ പോയിന്റ്സ് വഴിയാണ് എന്ന് പറയാം. ഇപ്പൊ ചക്രാസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിലെ കൺസെപ്റ്റും പലർക്കും അറിയുന്നതായിരിക്കും. എന്നാലും നമുക്കൊന്ന് ഡീപ്പായിട്ടത് നോക്കാം, ഓരോ കൺസെപ്റ്റും നോക്കാം. ഓരോ ചക്രാസും അതിൽ എനർജി ഇംബാലൻസ് ഉണ്ടായാലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇനി നോക്കാൻ പോകുന്ന കാര്യം അതാണ്, ചക്രാസിലെ ഇംബാലൻസസ് വന്നാൽ എന്താണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക, അത്തരത്തില് ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് ചക്രയിൽ നിന്നാണ്. ഫസ്റ്റ് ചക്ര റൂട്ട് ചക്ര. ഓക്കെ, അതിന് മറ്റൊരു പേര് പറയുന്നത് എർത്ത് ചക്ര എന്നും കൂടിയും ഈ ഒരു ചക്രക്ക് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പൊസിഷൻ പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഏറ്റവും എൻഡിങ്ങിലായിട്ടാണ് അതിന്റെ ലൊക്കേഷൻ പറയുന്നത്. ഇനി റൂട്ട് ചക്ര എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് നമുക്ക് എൻഷുർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് സേഫ്റ്റി, സ്റ്റെബിലിറ്റി, സർവൈവൽ. നമ്മളൊരു സുരക്ഷിതരാണ് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് ആയതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ പേഴ്സണിന് എന്തെങ്കിലും അൺസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടെ ഫിസിക്കലി, ഇമോഷണലി, അതുപോലെ തന്നെ സ്പിരിച്വലി, 3 ടേമിൽ നമുക്ക് എന്തൊക്കെ സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. റൂട്ട് ചക്രയിൽ ഇംബാലൻസ് വന്നാൽ ഫിസിക്കലി ആ പേഴ്സൺ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് പെയിൻ, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള വേദനകള് ജോയിന്റ്സിൽ ഫീൽ ചെയ്യുക, ബാക്ക് പെയിൻ, അതുപോലെ പൈൽസ്, പിസ്റ്റുല പോലത്തെ ഇഷ്യൂസ് ഒക്കെ തന്നെ ആ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതായി, അതിൻ്റെതായിട്ടുള്ള പെയിനുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. ബട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ പലപ്പോഴും റീസൺസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇമോഷണലി നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പേടിയുള്ളവരായിരിക്കും. പല പല കാര്യങ്ങളെ അവർ ഇങ്ങനെ ഫിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. ഫിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫിനാൻഷ്യൽ ഫിയർ ഉണ്ടാവാം, അതുപോലെ തന്നെ ഫെയിലിയറിനെ ഭയപ്പെടുന്നവരുണ്ടാവാം, ഡാർക്ക്നെസ്, നെഗറ്റീവ് എനർജി, റിലേഷൻഷിപ്പിനെ പേടിക്കുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ക്രൗഡ്, ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയുള്ളവരായിരിക്കാം. അപ്പോൾ റൂട്ട് ചക്ര നമുക്ക് സേഫ്റ്റിയാണ് എൻഷുർ ചെയ്യുന്നതെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ പേടി, ഭയം, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിലേക്ക് ഓവർ ആയിട്ടുള്ള ഹെവി ബേർഡൻ വരിക. മേ ബി അത് ഫൈനാൻഷ്യൽ ബേർഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ടോക്സിസിറ്റി ഇൻ അവർ റിലേഷൻഷിപ്പ്, എന്തോ ആയിക്കോട്ടെ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ബേർഡൻ ആയിട്ട് വരുന്നതാണ് റൂട്ട് ചക്രയിൽ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ഓക്കെ, ഇതുവഴി ഫിസിക്കലി നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷണലിയും വരുന്നുണ്ട്. സ്പിരിച്വലി നമ്മളൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നർ പീസ് കിട്ടാത്തൊരു സിറ്റുവേഷൻ. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ, മനസ്സിലാകെ ഒരു കലങ്ങിയ അവസ്ഥയാണെന്ന് പറയും, ഉള്ളിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റൂട്ട് ചക്ര മുതൽ ആ പേഴ്സണ് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് സേക്രൽ ചക്രയാണ്. സേക്രൽ ചക്രയുടെ ഒരു പൊസിഷൻ വരുന്നത് നമ്മുടെ നേവൽ പൊസിഷൻ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു ചക്ര നമുക്ക് എൻഷുർ ചെയ്യുന്നത് പ്ലഷർ, അതുപോലെ നമ്മളാക്കുന്ന ആ ഒരു ഐഡന്റിറ്റി റിയലൈസേഷൻ ആണ് ഈ പറയുന്ന സേക്രൽ ചക്ര എന്ന് പറയുന്നത്. പൊസിഷൻ കറക്റ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ നേവൽ പൊസിഷനിലാണ് ആ ഒരു ചക്ര ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അതിന്റെ ഇംബാലൻസ് ആയതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഫിസിക്കലി മെയിലിലാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ അവർക്ക് സ്പെർമിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും കൗണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇൻ ലേഡീസ് ഓൾസോ അവർക്ക് PCOD റിലേറ്റഡ് ആയിട്ടുള്ള PCOS റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസും ഇതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് പറയപ്പെടുന്നത്. ഇതും ഒരുപാട് റീസൺസ് അതിന് പിന്നിലുണ്ട്. ബട്ട് മെയിൻലി സേക്രൽ ചക്രയിൽ എനർജി ഇംബാലൻസ് വന്നാൽ നമ്മൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും പല പല റീസൺസിനും. മേ ബി അവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള എബ്യൂസസോ കാര്യങ്ങളോ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആ ഒരു ഗിൽട്ട് ക്യാരി ചെയ്തിട്ട് വരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അങ്ങനെ ആ ഒരു മനസ്സിൽ ആ ഒരു ഗിൽട്ട് ഉള്ളിടത്തോളം കാലം അവർക്ക് അവിടെ എനർജി ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല അത് അവരുടെ ക്യാരക്ടറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എക്സസീവ് ആയിട്ടുള്ള പല രീതിയിലുള്ള അഡിക്ഷൻസും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അവരിൽ കാണാറുണ്ട്, ബോത്ത് ഫീമെയിൽ ആൻഡ് മെൻ. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് ഐഡന്റിഫൈ ചെയ്യാണ്, മനസ്സിലൊരു കുറ്റബോധം അവർക്ക് ഫീൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരുടെ ഉള്ളിൽ ആ ഒരു കാംനെസ് ഫീൽ ചെയ്യില്ല. അവരൊരു എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ സംസാരിച്ചു വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവരെ മനസ്സിലാക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സേക്രൽ ചക്രയുടെ ക്ലെൻസിങ് ആണ് കൂടുതലായിട്ട്. ഓക്കെ, അതില് അവർക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ, അതായത് പാസ്റ്റിൽ എന്തെങ്കിലും അബ്യൂസസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ സേക്രൽ ചക്രക്കുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, പുതിയ പുതിയ ഹാബിറ്റ് ഫോം ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുന്നത് സോളാർ ഫ്ലെക്സ് ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചക്ര അല്ലെങ്കിൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം നമ്മൾ പറയാറുണ്ടല്ലേ, ഗട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ബ്രെയിൻ. അപ്പോൾ സോളാർ ഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫയർ ചക്ര എന്നാണ് ഇതിന് മറ്റൊരു പേര് പറയുന്നത്. ഓക്കെ, സോളാർ ഫ്ലെക്സിന്റെ മറ്റൊരു പേരാണ് ഫയർ ചക്ര ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് അവർ സ്റ്റൊമക് ഏരിയ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മുടെ വിൽ പവർ, കോൺഫിഡൻസ്, സെൽഫ് വർത്ത് എന്നതിനൊക്കെയാണ്. ഇത് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഷെയിം ആണ്. ഓക്കെ, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് ഈ ഒരു ചക്ര ബ്ലോക്ക് ആയതിന്റെ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞാല്, ഒന്ന് പറയുന്നത് നമുക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരാൻ തുടങ്ങും. കൂടാതെ ഇമോഷണലി നമ്മൾ ഒരു ലോ സെൽഫ് വർത്ത് പേഴ്സൺ ആയിരിക്കും. നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി പറയാ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മേ ബി നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനെ നമ്മൾ ക്യാരി ചെയ്ത് വന്നിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഇവരെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു ഷെയിം ക്യാരി ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് എന്ന രീതിയിലേക്ക് നമ്മൾ ആക്കി തീർക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ സോളാർ ഫ്ലെക്സിൽ ഡാമേജ് ഉള്ളവർക്ക് വരുന്നത്. മെയിൻ ആയിട്ട് ഫിസിക്കലി വരുന്നത് സ്റ്റൊമക് ഇഷ്യൂസ് ആണ്. ഇമോഷണലി അവർ ലോ സെൽഫ് വർത്ത് പേഴ്സൺസ് ആയിരിക്കും. സ്പിരിച്വലി അവർക്ക് സ്പിരിച്വൽ നോളേജ് വളരെയധികം ലോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ആണ്. ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ്, ഇമോഷണൽ എക്സസൈസ് ഒക്കെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ദെൻ സൂര്യ നമസ്കാരം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളാർ ഫ്ലെക്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ്. ഹാർട്ട് ചക്ര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പേര് പോലെ തന്നെ നമ്മുടെ ഹാർട്ടിലാണ്. നമുക്കറിയാം മെയിൻ ആയിട്ട് ലവ് ആൻഡ് കമ്പാഷൻ ആണ് ഹാർട്ട് ചക്ര ഡീൽ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഡീപ്പ് സോറോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ.
നമുക്ക് അഗാധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവാം മനസ്സിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും രീതിയിലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള വളരെ വലുതായിട്ടുള്ള എന്തെങ്കിലും ഇഗ്നോറൻസോ അത്തരത്തിലുള്ള ഒരു ഹെവി ബേർഡൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അവരിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഒന്ന് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവരിൽ കാണാറുണ്ട്. മേ ബി പലതിനും ഡോക്ടേഴ്സിന് ഒരു ഫൈനൽ ഡിസിഷൻ എത്താനായിട്ട് പറ്റാത്ത പല സിംറ്റംസും അവരിൽ കാണാറുണ്ട്. ആൻഡ് ഇമോഷണലി അവർ വളരെയധികം ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. ആരെയും ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിലിറ്റി ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം ലവ് ആൻഡ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ ആണ്. നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലവിങ് ആൻഡ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ നല്ലൊരു ഹീൽഡ് ട്രെയിനറുടെ അടുത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് ഹാർട്ട് ചക്രയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ത്രോട്ട് ചക്ര. ത്രോട്ട് ചക്ര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെക്ക് പൊസിഷനിലാണ്. ആൻഡ് ത്രോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സംസാരം, ആശയവിനിമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രോട്ട് ചക്ര. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ട്രൂത്ത്, സത്യസന്ധമായ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് പുറത്തോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബാലൻസ് ആയിട്ടുള്ള ത്രോട്ട് ചക്ര എന്ന് പറയാം. അപ്പോൾ ഇംബാലൻസ് ആകുമ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം? അവർക്ക് അവരുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ബട്ട് അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഒരു ക്രൗഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അവർക്ക് പറയണമെന്നുണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരിക. അതുപോലെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കാണുക. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ത്രോട്ട് ചക്രയിൽ മെയിൻ ആയിട്ട് ഇത് ബ്ലോക്ക് ആവുന്നത്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാനുള്ള മടി. ഹാർട്ട് ചക്ര ഓപ്പൺ അല്ലാത്തതാണ് പലപ്പോഴും ത്രോട്ട് ചക്ര ബ്ലോക്ക് ആവുന്നതിന്റെ കാരണം. കാരണം ഉള്ളിൽ സത്യസന്ധമായ കാര്യങ്ങളെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി നമ്മൾ ലൈസ് ആയിരിക്കാം പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ത്രോട്ട് ചക്ര ഇംബാലൻസ് ആവുന്നത്. അപ്പൊ അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ തന്നെയാണ്. അതിൽ ഹോഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ഒരു ഹവായൻ പ്രാക്ടീസ് ഉണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണ് ഫോർ ത്രോട്ട് ചക്ര ഓൾസോ. ഇനി തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസിന്റെ മിഡിലായിട്ടാണ് വരുന്നത്. ഏറ്റവും നമ്മുടെ ലൈഫിന്റെ പർപ്പസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിന്റെ പർപ്പസ്, അതായത് ഡയറക്ഷൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ചക്രയാണ് തേർഡ് ഐ. നമ്മളെ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഇവിടെയാണ്. ലൈഫ് ലേസി അല്ലാതെ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആയിരിക്കണം. കാരണം നമുക്ക് കാണാൻ പറ്റണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ഡിറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ തേർഡ് ഐ ചക്ര ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷൻ, ഇമാജിനേഷൻ ഇതൊക്കെയാണ്. ഇത് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ ഇലൂഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നത് ഫോക്കസ് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ ടെക്നിക്ക്, മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് ഒരു ഗോൾ ഓറിയന്റഡ് ലൈഫാണ്. ഒരു വ്യക്തി എപ്പോഴാണോ അവരുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആക്കുന്നത്, ആ ഒരു സമയം മുതൽ ആ പേഴ്സൺ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ലൈഫിൽ അത്രയും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ക്രൗൺ ചക്ര, സിറ്റുവേറ്റഡ് അറ്റ് അവർ ടോപ്പ് ഓഫ് ഹെഡ്. നമുക്ക് ഈ യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈനിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ എർത്തിലി അറ്റാച്ച്മെന്റ് കൂടുന്നത് കൊണ്ടാണ്. നമുക്ക് ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കുടുങ്ങിക്കിടക്കുന്നതാണ് നമുക്ക് അവിടെ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തത്. സോ നമ്മൾ പ്രസന്റിലേക്ക് വന്നിട്ട് ഈ ഒരു എല്ലാ ക്ലെൻസിങ്ങും നമ്മൾ ചെയ്യുമ്പോൾ
പ്രസന്റിൽ വന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പാസ്റ്റിൽ നമുക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ വിട്ടുവരണം. അതുപോലെ ഫ്യൂച്ചറിനെ ഓവർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വിട്ടിട്ട് കറന്റ്ലി ഈ ഒരു സൈലന്റ് സ്റ്റേറ്റിൽ വരാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ദെൻ അവരുടെ ലൈഫിലെ ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു 7 ചക്രാസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ അപ്പിയർ ആകുന്ന ഇഷ്യൂസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫിസിക്കലി എന്താണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഡേ ബൈ ഡേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ദെൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് ഇമോഷണലി അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, മറ്റുള്ളവരാല് അവഗണിക്കപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ, അല്ല എങ്ങനെയാണ് മറ്റുള്ളവർ അവരെ കൺസിഡർ ചെയ്യുന്നതായിട്ട് അവർക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്, സ്പിരിച്വലി അവരുടെ അവേക്കനിങ് എങ്ങനെയാണ്, ഇത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു പേഴ്സന്റെ ഏത് ചക്രക്കാണ് എനർജി ഇംബാലൻസ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ലൈഫിന് ഒരുപാട് അർത്ഥം ഉണ്ടാക്കും. കാരണം നമ്മള് ഇപ്പോഴും പല ആളുകളും ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ഒരേ പാറ്റേണില് ഒരേ സ്ട്രഗിൾസിൽ നമ്മൾ വീണ്ടും വീണ്ടും വന്ന് പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് എത്ര തന്നെ ഡോക്ടേഴ്സിനെ മാറി കാണിച്ചാലും ചില കാര്യങ്ങൾ മാറുന്നില്ല എന്ന് ആളുകൾ സങ്കടം പറയാറുണ്ട്. അപ്പോ അത് ഏത് ചക്രയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതിന് പിന്നിലുള്ള ഇമോഷണൽ ബ്ലോക്ക് എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ അവരുടെ ലൈഫിൽ അവരുടെ റൂട്ടീനിൽ ചില മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ ഒരുപാട് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ ഒന്നും കൂടി ചക്രാസിന്റെ പേര് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് വണ് റൂട്ട് ചക്രയാണ് നമ്മൾ പറഞ്ഞത്. അത് ഡീല് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി, സ്റ്റെബിലിറ്റി, സർവൈവൽ. ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഫിയർ ആണ്. പല രീതിയിലുള്ള ഫിയർ, പല രീതിയിലുള്ള ബേർഡൻസ് നമ്മുടെ മേലെ വരുമ്പോഴാണ് നമ്മുടെ റൂട്ട് ചക്ര ഇംബാലൻസ് ആവുന്നത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സേക്രൽ ചക്രയാണ്. അത് അസോസിയേറ്റ് ചെയ്ത് ലൊക്കേഷൻ എന്ന് പറയുന്നത് റിപ്രൊഡക്റ്റീവ് ഓർഗൻ. ഹലോ, റൂട്ട് ചക്രയിലെ എനർജി ഇംബാലൻസ് സോൾവ് ചെയ്യാനുള്ളത് ഒന്ന് പറയാം. സോൾവ് ചെയ്യാനുള്ളത് ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ദെൻ റൂട്ട് ചക്ര ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻസ് വെച്ചിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ യൂട്യൂബിൽ കിട്ടും. ഇനി അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഞാൻ റൂട്ട് ചക്ര മെഡിറ്റേഷൻ തരാം. ഓക്കെ, പിന്നെ നമുക്ക് നേച്ചറുമായിട്ടൊരു കണക്ഷൻ ആണ്. നേച്ചർ വോക്ക് ചെയ്യുക, പ്രകൃതിയുമായിട്ട് കുറച്ചും കൂടി ഇണങ്ങി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സേക്രൽ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. പ്ലഷർ ആണ് അവിടെ നമുക്ക് എൻഷുർ ചെയ്തിരിക്കുന്നത്. അവിടെ അത് ബ്ലോക്ക് ആവാനുള്ള റീസൺ ഗിൽട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോളാർ ഫ്ലെക്സ് ആണ്. നമ്മുടെ സ്റ്റൊമക്ക് ഏരിയയിലാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ ഇംബാലൻസ് റീ അലൈൻ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ആവാനുള്ള റീസൺ നമ്മൾ തന്നെ നമ്മളെ ഷെയിം ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണത, സെൽഫ് ബ്ലെയിമിംഗ് ആണ് അവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹാർട്ട് ചക്രയാണ്. ലവ്, കമ്പാഷൻ അതാണ് ഡീൽ ചെയ്യുന്നത്. ബ്ലോക്ക് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് എന്ത് തരത്തിലുള്ള വികാരമാണോ ഉണ്ടാവുന്നത് അതിനനുസരിച്ച്, വികാരം എന്ന് പറയുന്ന സമയത്ത് അവരടുത്ത് നമുക്ക് ഒരു വിദ്വേഷം തോന്നുകയാണ്. ആ ഒരു വിദ്വേഷം കൊണ്ട് ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നമുക്ക് മാത്രമായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. നമ്മുടെ ഉള്ളിൽ ഹേറ്റ്രെഡ് എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെ ആയിരിക്കും എന്നർത്ഥം. അപ്പോ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, നമ്മളോട് തന്നെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അല്ലെ, നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റും.
ചെയ്യുന്നത്. ബ്ലോക്ക് ആവുന്നത് ഡ്യൂ ടു അവർ ലൈസ്. പിന്നെ പറഞ്ഞത് തേർഡ് ഐ ആണ്. ഡീൽ ചെയ്യുന്നത് ഇൻറ്റ്യൂഷൻ, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം. ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ ഇല്യൂഷൻസ്, ലേസിനെസ്. ഓക്കെ. ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ക്രൗൺ ചക്രയാണ്. അത് നമ്മുടെ യൂണിവേഴ്സൽ കണക്ഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നത്. ബ്ലോക്ക് എന്താണ് നമ്മുടെ റീസൺസ് എന്ന് കണ്ടുപിടിക്കുക, എന്താ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് ഒരു ഹീൽഡ് ആയിട്ടുള്ള ട്രെയിനർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് ഈസ് ചക്ര എന്നതിന് സിമ്പിൾ ആയിട്ട് എന്താണ് ഒരു ആൻസർ പറയാ? എന്താണ് ചക്ര എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാല് നമ്മുടെ മെറിഡിയൻ പോയിന്റ്സ് വഴി നമ്മൾ എനർജി ബാലൻസ് ചെയ്യുന്ന ഈ ചക്രാസ് എന്ന് പറയുന്നത് 7 മെറിഡിയൻ പോയിന്റ്സ് ആണ്. നാഡീ കേന്ദ്രങ്ങൾ എന്ന് പറയും. ഓക്കെ. അതിനെയാണ് ചക്രാസ് എന്ന് പറയുന്നത്. 7 നാഡീ കേന്ദ്രങ്ങൾ. എനർജിയുടെ ആ ഒരു ഫില്ലിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള 7 പോയിന്റ്സ് ആണ് ഈ ചക്രാസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ 7 ചക്രാസും അതിന്റെ കൃത്യമായിട്ടുള്ള അലൈൻമെന്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺസും നമ്മൾ കണ്ടു. ബ്ലോക്ക് ആയതിന്റെ സിംറ്റംസും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഓരോ ചക്രാസ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഈ 7 ചക്രയിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, പറഞ്ഞതെല്ലാം ക്ലിയർ ആണ്. ഓക്കെ. ഇതില് ഈ ചക്രാസിന് നമുക്ക് നമ്മുടെ പവർ ഹൗസ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയും പറയാം. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ഓരോന്നിനും ഡിഫറെന്റ് മെഡിറ്റേഷൻ ഉണ്ടോ? ഡിഫറെന്റ് മെഡിറ്റേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ ഓരോന്നും, ഇപ്പൊ ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് അറിയില്ല എന്താണ് അവർക്ക് എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്നുള്ളത്. അവരവരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പൊ അത് ഏത് ചക്രയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ്ലി അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുശേഷം അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻ, ഓരോ ചക്രക്കും സെപ്പറേറ്റ് മെഡിറ്റേഷൻ ഉണ്ട്. അത് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓവറോള് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുക. അത് കുറച്ച് ലെങ്തി ആണ്. അത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ട് വരണം. അതിനു മുന്നേ മെഡിറ്റേഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചു വെക്കണം. ആദ്യം തന്നെ നമുക്ക് ക്ലെൻസിങ് ചെയ്യാൻ പറ്റില്ല. നോർമലി ഇപ്പൊ നമ്മൾ രാവിലെ ചെയ്തില്ലേ ഒരു മൈൻഡ് റിലാക്സിങ് മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള സിമ്പിൾ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ നമ്മുടെ കയ്യിലേക്കൊന്ന് പിടിച്ചു വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ചക്രാസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ഉണ്ടോ? ഏതാണ് ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ഉണ്ടോ? ഫിസിക്കൽ എക്സസൈസ് യോഗയിൽ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്. യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഗ്രൗണ്ട് എക്സസൈസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് റൂട്ട് ചക്രക്കാണെങ്കിലും ഓവറോൾ ഈ എക്സസൈസ്, ഡയറ്റ്, ഇതൊക്കെ തന്നെ ഇതിനൊരു പ്രത്യേകത കൊണ്ടുവരുന്ന കാര്യമാണ്. ഇതിലെല്ലാം ഇംബാലൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചക്രയിൽ ഇംബാലൻസ് വരും. ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാലോ, ഫുഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ എക്സസൈസ്, റെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ ഓക്കെ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷണൽ എക്സസൈസ് ആണ്. കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ സ്പിരിച്വലി നമ്മൾ നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ തന്നെ സ്പിരിച്വലി അറ്റാച്ച്ഡ് ആവുക. യോഗ നല്ലതാണ്. പിന്നെ വർക്ക്ഔട്ട്സ്, ഫിസിക്കൽ എക്സസൈസ് വളരെ നല്ലതാണ്. നേച്ചർ വോക്ക് നമുക്ക് കൂടുതൽ കണക്ട് ആവാൻ വേണ്ടിയിട്ട് നേച്ചറിലുള്ള കാര്യങ്ങളെ എക്സാമിൻ ചെയ്യുന്നതും അതോട് കുറച്ചും കൂടി കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ
സിംപ്ലി നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ രീതിയിൽ നേച്ചറുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സൗണ്ട്സും വിഷ്വൽസും കാര്യങ്ങളൊക്കെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ്ലി എങ്കിലും നമ്മൾ ഒരു ഇൻസ്ട്രക്റ്റഡ് ഹെൽപ്പോട് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, പേഴ്സൺ ടു പേഴ്സൺ അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ നീഡ്സിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കൊടുക്കാൻ ആ ട്രെയിനർക്ക് സാധിക്കും. ഓക്കെ, ഇപ്പൊ യൂട്യൂബിൽ കിട്ടുമ്പോൾ എല്ലാവർക്കും പാരലൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ ഓക്കെ അല്ലേ? ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് ഏതെങ്കിലും ചക്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? എന്താണ് ഫിനാൻഷ്യൽ ബ്ലോക്ക് വരുന്നത് ഏതെങ്കിലും ചക്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? ഫിനാൻഷ്യൽ ബ്ലോക്ക് വരുന്നത് ഫൈനാൻസിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നോക്കണം. നമുക്ക് മണീനോട് എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, നമുക്കതിന് പൈസ ചെലവാകുന്നതിനെ പറ്റി നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നമുക്ക് പേടിയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേലേലാണോ ആ കംപ്ലീറ്റ് ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബേർഡൻ എന്നുള്ളത് ആദ്യം കൺസിഡർ ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഫിനാൻസിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും പേടിയായിരിക്കും. മണി ഫിയർ എന്ന് പറയും നമ്മൾ അതിന്. അപ്പോ അതിനെ ബ്ലോക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ റൂട്ട് ചക്രയിലാണ്. റൂട്ട് ചക്ര നമ്മൾ ബാലൻസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു എൻഷ്യൂരിറ്റി കിട്ടും. ഞാൻ സഫിഷ്യന്റ് ആണ്, എൻ്റെ കയ്യിൽ വേണ്ടിടത്തോളം അത് എന്താണ് ആ ഒരു റിസോഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അഫർമേഷൻസ് പറയും. നമ്മുടെ ആ ഒരു മെഡിറ്റേഷനിൽ തന്നെ പല രീതിയിലുള്ള അഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ മണീനോടുള്ള നമ്മുടെ അപ്രോച്ച് മാറും. നമുക്ക് അതിനോട് ഫിയർ ഉണ്ടാവില്ല. മോർ ആൻഡ് മോർ ഏൺ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് മാറുന്ന. അപ്പോ റൂട്ട് ചക്ര ക്ലീൻ ചെയ്യണം. കൂടാതെ ബാക്കി എല്ലാ ചക്രയും നമ്മൾ ബാലൻസ് ചെയ്തിരിക്കണം. ലൈഫിലെ 4 കാറ്റഗറി ഇത് ഓർത്ത് വെച്ചോളൂ. 4 കാറ്റഗറി: ഹെൽത്ത്, ഫൈനാൻസ്, റിലേഷൻഷിപ്പ്, കരിയർ. ഇത് 4ൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ 7 ചക്രയും ഒരേപോലെ ബാലൻസ് ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഒരു എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇത് വെറുതെ റെഫർ ചെയ്ത് പറയുന്നതല്ല, ഇൻ റിയൽ ലൈഫ് ആൻഡ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ 4 ഫീൽഡും നമുക്ക് നമ്മുടെ കൈയിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹലോ സോറി ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ? 4 ഒന്നുകൂടെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഹെൽത്ത്, ഫിനാൻസ്, പിന്നെന്താ സ്റ്റാർട്ട് ചെയ്യാവോ? മഴ ഇവിടെ ഹെവി റെയിനാ. ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പേഴ്സണലി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? Okay, ma'am. Thank you. താങ്ക് യു. നമുക്ക് Thank you, വൈൻഡപ്പ് ma'am. ചെയ്തൂടെ? താങ്ക് യു.